ഇന്നുണ്ടല്ലോ എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഓഫ് ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാന്ന് കേട്ടോ. രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവള് ക്ലീനിങ്ങും ഞാൻ അതുപോലെ കുക്കിംഗ് ഏറ്റെടുത്ത് കേട്ടോ. ഫുഡ് വെക്കാനായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ചോറും സോയാബീൻ്റെ കറിയും ഉണ്ടാക്കാന്നാണ്. ആ സമയത്താണ് നമ്മുടെ റൂമിന്റെ താഴേക്കൂടെ ഒരു മീൻകാരൻ ചേട്ടൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ നല്ല മീനായിരുന്നേ. അപ്പൊ പിന്നെ വിചാരിച്ചു കുറച്ച് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മീൻ വാങ്ങിച്ച് നേരെ റൂമിലേക്ക് വന്നു. അപ്പോഴും അവള് ക്ലീനിങ് ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. റൂം ആകെ മെസ്സി ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഈ കണ്ടിന്യൂസ്ലി വർക്കിന് പോകുന്നതുകൊണ്ട് തന്നെ അധികം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഫിഷ് അപ്പോഴത്തേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് കറി വെക്കാന്ന് കേട്ടോ. പിന്നെ വിചാരിച്ചു വേണ്ട, ഫ്രൈ ചെയ്യാന്നുള്ളത് കേട്ടോ. നല്ല മീനായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ നല്ല ഈസി ആയിരുന്നു. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ എടുത്ത് അപ്പോഴത്തേക്ക് അവൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ റൂം കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. എല്ലാം നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ആവും കേട്ടോ. ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ എന്നാൽ പിന്നെ കുളിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ദേ പെട്ടെന്ന് തന്നെ കുളിച്ച് വന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചോറുണ്ടായിരുന്നു, അതുപോലെ തന്നെ സോയാബീൻ്റെ കറിയും ഫിഷിന്റെ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ കൂടുതൽ കട്ടൻ കാപ്പിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ബാക്കി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.